വർക്കിനായി കോടികൾ പൊടിക്കുമ്പോഴും അതിന്റെ യാതൊരു പ്രയോജനവും കിട്ടാതെ പോകുന്ന ഗതികേടാണ് CPM-നുള്ളത്. മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സ്ട്രാറ്റജി ഇപ്പോഴിതാ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അതും 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടം അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ട്രോളാക്കി അത് വിട്ടതിന് പിന്നാലെ ട്രോളോട് ട്രോളാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിയിലേക്ക് നയിച്ചതിൽ PR പരാജയവും വലിയ പങ്കായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യമായി മറ്റാരുണ്ട് എന്ന വാക്കും CPM തോൽവിയുടെ ആക്കം കൂട്ടി എന്നാണ് സൂചനകൾ. ഇത്തരം PR പണികളിൽ നിന്നും CPM ഇനിയും പാഠം പഠിച്ചിട്ടില്ല. VD സതീശനെ സഭയിൽ നേരിടാൻ നടത്തിയ ശ്രമങ്ങളും പാളുകയാണ്. അത് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ കോന്നി MLA ജിനീഷ് കുമാറിന്റെയും മുൻപൊരിക്കൽ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒരുമിച്ച് UDF സർക്കാരുകളുടെ കാലത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഇടത് പ്രചാരണങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. ഇതിന് അന്ന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. ഇതേ മാതൃകയിലായിരുന്നു ജിനീഷ് കുമാറും മുഹമ്മദ് റിയാസും ചേർന്നുള്ള വീഡിയോ തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി VD സതീശൻ പുറത്തിറക്കിയ ധവളപത്രത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വീഡിയോ. എന്നാൽ പതിവ് പോലെ ഇതും CPM-ന് ബൂമറാങ്ങായി മാറി. ഇനി ധവളപത്രം വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ജിനീഷ് കുമാറിന്റെയും റിയാസിന്റെയും പൊടി പോലും പിന്നീട് കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും സതീശൻ അംഗീകരിക്കുന്നില്ലെന്നും ഞാനാണ് ശരിയെന്ന ഭാവം തന്നെയാണ് ആ ഒരു നിലയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ മുഖ്യമന്ത്രി എത്തിച്ചതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണ് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രമെന്നും അത് തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് ബാക്കി നമുക്കൊന്ന് വായിച്ചതിന് ശേഷം ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുവരും വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ധവളപത്രം അത് തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്, സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ വകുപ്പാണ്. അത് പുറത്തുള്ള ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്കി നമുക്കൊന്ന് വായിച്ചതിന് ശേഷം കൈകാര്യം ചെയ്യാം. ഓക്കെ. എന്നാൽ പോയി വരാമെന്ന് പറഞ്ഞുപോയ ഇരുവരും ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടേയില്ല ഇതുവരെ. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വൻ പൊങ്കാലയാണ് ഇവർക്ക് ലഭിക്കുന്നത്. റഹീമിക്ക ഇല്ലാത്ത ഒരു കുറവുണ്ട്. ബെസ്റ്റ് അപ്പുക്കുട്ടനോട് ആണോ ചോദ്യം? വന്ദേ മാതരം ഏതാ, വന്ദേ ഭാരത് ഏതാണ് എന്ന് ആദ്യം പോയി അങ്ങേരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിയമസഭയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയോ? ഇതൊക്കെ അവിടെയല്ലേ പറയേണ്ടത്? ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് നിങ്ങളെ 35 സീറ്റിലേക്ക് കൂപ്പുകുത്തിയത്. ഇനിയെങ്കിലും മാറ്റിപ്പിടി. മുഖ്യമന്ത്രി സഭയിൽ അന്തം കമ്മികളെ പൊളിച്ചടുക്കിയില്ലേ? മറുഭാഗത്തോ ഏതോ അന്തം കമ്മി എഴുതി കൊടുത്തത് വെറുതെ തറപറ വായിച്ചു പോകുന്ന ചങ്കൻ. സംഭാഷണ മത്സരം 1-ാം സ്ഥാനം റിയാസ് ആൻഡ് ജിനീഷ്. ഇങ്ങനെ കമന്റുകളുടെ പൂരമാണ് മുഹമ്മദ് റിയാസിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഈ വീഡിയോയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിക്കുന്ന മന്ത്രിയായിരുന്നു ജിനീഷ് കുമാർ ചെയ്തത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ധവളപത്രത്തെക്കുറിച്ച് പിന്നീടൊന്നും മിണ്ടിയിട്ടില്ല. ചത്ത് ധവളപത്രം ചത്ത്, ഇങ്ങനായിരുന്നു രാഹുലിന്റെ വിമർശനം. ഇതിന് കൊന്നതാണ്, കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് പറയാൻ മാത്രമേ ജിനേഷ് കുമാറിനെ സാധിച്ചുള്ളൂ. ധവളപത്രം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് CPM-ന് കുറിക്കുകൊള്ളുന്ന മറുപടിയായിരുന്നു സതീശൻ നിയമസഭയിൽ നൽകിയത്. AI ഉപയോഗിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയെന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് ഏറ്റവും ഒടുവിലായി CPM-ന് സാധിച്ചിട്ടുള്ളത്. അല്ലാതെ സതീശൻ വിഷയത്തിൽ കൃത്യവും വ്യക്തതയുമായ മറുപടി നൽകാൻ CPM-ന് സാധിക്കുന്നില്ല.